ഏറ്റവും മനോഹരമായ ഒരു പൂജ കൊട്ടിയൂർ വൈശാഖ മാസത്തിലെ രോഹിണി ആരാധനയുടെ ഭാഗമായി നടക്കുന്ന ആലിംഗന പുഷ്പാഞ്ജലിയാണ്. സതീദേവിയുടെ ദേഹത്യാഗത്തെ തുടർന്ന് അതികുപിതനായി തീർന്ന് മുച്ചൂട് മുടിക്കുന്ന പരമേശ്വരനെ മഹാവിഷ്ണു മുറുക്കെ കെട്ടിപ്പിടിച്ച് സാന്ത്വനിപ്പിച്ച് താപം ശമിപ്പിക്കുന്ന പുരാണ സന്ദർഭം ആണതിൻ്റെ സങ്കല്പം. കുറുമത്തൂർ ഇല്ലത്തെ മൂത്ത നമ്പൂതിരിയാണ് ആ പൂജ നടത്തുന്നതിനുള്ള അധികാരം. അദ്ദേഹത്തിനാണെങ്കിൽ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ സ്ഥാനമാണ്. സ്വയംഭൂവായ കൊട്ടിയൂർ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് അദ്ദേഹം കിടക്കും. 1 2 5 മിനിറ്റല്ല, എത്രയോ നേരം. യഥാർത്ഥത്തിൽ ആ കിടപ്പിൽ അദ്ദേഹം മരിച്ചുപോയോ എന്ന് പോലും കണ്ടു നിൽക്കുന്ന നമുക്ക് ശങ്ക തോന്നും. അത്ര നേരം കടുകിടച്ചലിക്കാതെ വിഷ്ണുവുമായി അദ്ദേഹം ശിവലിംഗത്തെ കെട്ടിപ്പുണർന്ന് കിടക്കും. എന്നിട്ട് അദ്ദേഹം എഴുന്നേൽക്കുന്ന നേരത്ത് ഉയരുന്നൊരു ആരവമുണ്ട്. ദേവതാവൃന്ദം നടത്തിയ പുഷ്പവൃഷ്ടിയെ അനുസ്മരിപ്പിക്കുന്നൊരു പുഷ്പാഞ്ജലിയും. അതാണ് ഏറ്റവും സുന്ദരവും ഹൃദ്യവുമായ ആരാധന. ശിവനും വിഷ്ണുവും തമ്മിലുള്ള സൗഹൃദവും സ്നേഹവും ആണതിൻ്റെ സൗന്ദര്യം. ശിവസ്യ ഹൃദയം വിഷ്ണു, വിഷ്ണുച്ച ഹൃദയം ശിവ. ശിവൻ്റെ ഹൃദയമാണ് വിഷ്ണു, ആ വിഷ്ണുവിൻ്റെ ഹൃദയമോ ആ ശിവൻ തന്നെയോ. ഓം നമഃ ശിവായ.